അത് സാധനം കൂടെ പോരണില്ല. ഞാൻ വേറെ പ്രസാദേട്ടൻ്റെ ട്രൂപ്പിൽ കളിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കലാകാരനാണ്. പക്ഷെ ഇടയ്ക്ക് നമ്മുടെ ഈ വർഷം ഒരു സ്റ്റേജ് മതിയല്ലോ, തകർത്തല്ലോ. ഒരു സ്റ്റേജ് നമ്മുടെ തൃശ്ശൂർ ഒരു സ്റ്റേജിൽ ചെയ്യാൻ, അതായത് അതും പാഷാണം ഷാജിയുടെ നെഞ്ചത്ത് ബോൾ കൊണ്ടു. അതെ, ഇല്ലെങ്കിൽ ആ കൊണ്ടത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റി. പാഷാണം വിളിച്ചിട്ട് പറഞ്ഞു, അളിയ എൻ്റെ നെഞ്ചത്ത് ബോൾ കൊണ്ടു, അതുകൊണ്ട് എനിക്ക് പകരം ഒന്ന് പോകാമോ എന്ന് ചോദിച്ചതുകൊണ്ട് പ്രസാദേട്ടൻ്റെ കൂടെ ഒരു ഷോയിൽ നിങ്ങളുടെ പങ്കെടുക്കാൻ നമുക്ക് കഴിഞ്ഞ വർഷം അല്ലേ? കഴിഞ്ഞ വർഷം. അഖിലേ, ഇപ്പോഴും ഇതൊക്കെ അത്ഭുതമൊക്കെ കേട്ടോ. നമ്മളൊക്കെ ചാനലിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ഇവരുടെയൊക്കെ ഒപ്പം നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒപ്പം സ്റ്റേജ് കൈകാര്യം ചെയ്യുമ്പോൾ എന്നൊക്കെ പറയണതൊക്കെ പ്രസാദേട്ടൻ തന്നെ ഒരു അത്ഭുതമാണ്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ട്രിവാൻഡ്രത്തുള്ള മിമിക്രി അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് അപ്രാപ്യമാണ് ഗിന്നസും കലാഭവനൊക്കെ. കാരണം ഒരിക്കലും നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റൂല ആ സ്ഥലത്ത്, അല്ലെങ്കിൽ ആ സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് നമുക്ക് ഇവിടെ വന്നപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വരാൻ പറ്റുന്നതാണ് വലിയൊരു ഭാഗ്യം. മനോജന്റെ ഒക്കെ ലജ്ജാവതിയേ തുടങ്ങും. അത് കാണാൻ ഞാൻ കോതമംഗലത്ത് കലാ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. 6:45 കഴിഞ്ഞ വണ്ടിയില്ല. പിറ്റേ ദിവസം ബസ് സ്റ്റാൻഡിൽ കിടന്നിട്ട് പത്രവണ്ടിക്ക് ഞാൻ തിരിച്ചു പോയി ആ പരിപാടി കാണാൻ വന്നിട്ട്. ശരി. അപ്പൊ ഏതായാലും ഇത്രയൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ശ്രീനിവാസൻ പോയി. ശ്രീനിവാസനെ ഇറക്കി വിട്. ഞാൻ മറന്നു പോവായിരിക്കും. അപ്പൊ അഖിലിന്റെ ആ കമന്ററിയും കൂടി ബാക്കിൽ ഒന്ന് കിടന്നോട്ടെ. തിരിഞ്ഞ് അപ്പൊ അത് രണ്ടായി. എനിക്ക് കൂളിംഗ് ഗ്ലാസ് വേണം. കൂളിംഗ് ഗ്ലാസ് ഉള്ള ഒന്നും വേണ്ട. ഒരുപാട് കൂളിംഗ് ഗ്ലാസുകൾ കൈക്കൊണ്ട് നടക്കുന്ന രാജാ സാഹിബ് കൂടെ ഉണ്ട്. ഒരു കൂളിംഗ് ഗ്ലാസ് തരും. വേണ്ട. ഇനി അത് കൊണ്ടുപോയിട്ട് സാധനം ഏറ്റില്ലെങ്കിലോ? ഞാൻ അതിന്റെ പേര് പറയാം. അല്ല വിനോണ്ണ, ഏറ്റില്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസിന്റെ മണ്ടയ്ക്ക് വയ്ക്കാം. അടുത്തതായി അടിമാലിയിൽ നിന്ന് വന്ന ബിനു അവതരിപ്പിക്കുന്ന ശ്രീനിവാസൻ. കുറേ ഉണ്ടായിരുന്നു. അമ്മാമയെ കിടിലം കൊള്ളുക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാണമാടിക്കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടിക്കുക, ആ കോഴിയുടെ പരിപ്പളയിൽ കാണും രാധ ഓർഡർ നിൽക്കൂ, രാധ കൈയടിക്കാൻ പറയണമായിരിക്കും. കൈയടിക്കാൻ പറയണ്ട, ഗംഭീരമായിട്ട്. ആരാ സൗണ്ട് ചെയ്തേ? അടുത്ത പരിപാടിക്ക് ഞാൻ പുള്ളിനെ കൊണ്ടുപോകും. ഈ മൈക്ക് മോട്ടിച്ചോണ്ട് പോരുത്. ഈ മിമിക്രിയുടെ വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം കേട്ടിട്ട് രണ്ടാമത് കേൾക്കുമ്പോൾ അതിന്റെ പവർ കുറയും, മൂന്നാമത് കേൾക്കുമ്പോൾ വീണ്ടും അതിന്റെ പവർ കുറയും. പിന്നെ ഇത് ചെയ്തത് ഒരുപാട് പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കേട്ടപ്പോഴും നമുക്കത് അതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, പഴകുന്തോറും വീര്യം കൂടുന്നുണ്ട്. എല്ലാത്തിലും ഇല്ല, ഇതിന്. അപ്പൊ മിന്നുതാരം ഇനി അടുത്ത തവണ നമ്മൾ വേറെ കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ചെയ്യുമ്പോഴും ഇതേ സ്റ്റാർ ഇതേ ഡയലോഗ് തന്നെ വന്നു. വെറൈറ്റി ഉണ്ട്. ആ പേരും പറഞ്ഞ പുള്ളി പഴയതുപോലെ അടിക്കാൻ ബിനോണ്ണ സത്യമാഷുണ്ട് വെറൈറ്റി. അതൊക്കെ എന്തായാലും ഇത്രയും നമ്മൾ കണ്ടില്ലേ. അതായിട്ട് ബാക്കിയൊക്കെ ഉണ്ട്. വെറുതെ ആരൊക്കെയോ കാണിച്ചതിന്റെ പുറത്ത് നമ്മളങ്ങ് ചെയ്യുന്നത്. ഇത്രയൊക്കെ നമ്മൾ കണ്ടില്ലേ? അപ്പൊ സത്യമാഷനും കൂടി. എന്നാ ശരി, ഓക്കെ. അപ്പൊ റെഡി, നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ബിനോടിമാലി പോകരുത്, അവിടെ തന്നെ കാണണം. അവിടെ തന്നെ ഇരിക്കും. ഓക്കെ. ഒരിക്കൽ കൂടി പുതിയതായി വരുന്ന കലാകാരന്മാർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയ റൈറ്റിലിൻ്റെ മിന്നും താരം എന്ന ഈ പ്രോഗ്രാമിന് ഞാനങ്ങും കൂടെ പോലും കൂടി ഒരു പ്രയത്നിച്ചിട്ടില്ല. എൻ്റെ ബാക്കിൽ ഇതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ഭയങ്കര നല്ലൊരു കയ്യടി തരുന്നു. അതോടൊപ്പം തന്നെ വരുന്ന കലാകാരന്മാർക്ക്. അല്ല, നിങ്ങൾ റൈറ്റിലിൻ്റെ അംഗമല്ലേ? ആണ്. അല്ലെന്ന് ഇതിന്റെ ബാക്കിൽ നിന്ന് പ്രയത്നിച്ച് അത് തീർച്ചയായിട്ടും അതും ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ചെറിയ വേറെ പരിപാടിയായിട്ട് പോയേക്കായിരുന്നു. അപ്പോ അമേരിക്കയിൽ നിന്ന് വന്ന വഴിയാണത് ശരിക്കും അല്ലേ? യു എസിലായിരുന്നു. ഇങ്ങനെ അത് ഞാനിങ്ങനെ പറയാതെ വയ്ക്കുക, അത് പറഞ്ഞ അതേ പിടിച്ച് കയറും. അപ്പം അതുകൊണ്ട് വരുന്ന എല്ലാ കലാകാരന്മാർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദൈവാദിനത്തിൻ്റെയും അടുത്ത ഈ ഭൂമിയിൽ ഒരു കലാകാരനായി ജനിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇനി വരാൻ പോണ ടീമിൻ്റെ പേര് കേട്ടാൽ നമ്മളൊന്ന് നെറ്റി ചുളിക്കും. ടീമിൻ്റെ പേരാണ് സൈക്കോ.
അവരെ നിങ്ങൾ സൈക്കോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് അവരെ വിളിക്കാം. സൈക്കോ. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. എടി സൗമ്യ, നീ അറിഞ്ഞ നമ്മുടെ ഈ മാളില് ഒരു ഗംഭീര പരിപാടി നടക്കുന്നുണ്ട്, മിമിക്രി കോമ്പറ്റീഷൻ. എന്ത് പരിപാടിയാ? പരിപാടി എന്ന് പറഞ്ഞാൽ മിന്നുംതാരം എന്ന് പറഞ്ഞത്. ആ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ട് ഞാൻ വരുള്ളൂ. അതിന് വേണ്ടി ഞാൻ മാളിൽ വന്നിട്ട് ഞാൻ നോക്കിയ ഒരു അടിപൊളി മിമിക്രി മിഠായി മേടിച്ചിട്ടുണ്ട്. ഈ മിമിക്രി മിഠായി കഴിച്ചിട്ടുണ്ടല്ലോ അടിപൊളി ശബ്ദമാണെന്ന് പറയണത്. അപ്പൊ സ്റ്റാറുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 5-6 സ്റ്റാർ ചെയ്താൽ ഫസ്റ്റ് കിട്ടുന്ന പറയണത്. അപ്പൊ ഞാൻ കഴിച്ചോട്ടെ. ചൈനയുടെ ഉൽപ്പന്നമാണ്, മെയ്ഡ് ഇൻ ചൈന മിമിക്രി മിഠായി. എങ്ങനെ മിമിക്രി ചെയ്യും? ഒരു കഷ്ണം നീ കഴിച്ചു നോക്കിയ. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ കഴിച്ചോ. എന്റെ ശബ്ദം മാറുണ്ടല്ലോ. എന്റെ ശബ്ദം കയ്യൂക്കുന്ന പറ നിനക്ക് വശങ്ങൾ മരിക്കരുത്. ഇതിന്റെ അച്ഛൻ സമ്പാദിച്ചിട്ട് ഹോസ്പിറ്റലല്ല, കയ്യിൽ തള്ളി കുളിച്ചു. ഈ കയ്യിൽ തന്നെ 4 പീസാക്കിപ്പെട്ട് ഒരുതിന്റെ മുന്നിൽ പൊക്കൂലും പെട്രോൾ കുളിച്ച തടതിപ്പ് നടേശ കൊള്ളട്ട. ഇങ്ങനെ പറഞ്ഞു നിന്നോ. ഇനി നമുക്ക് വേറെ ശബ്ദത്തിൽ വരുന്നല്ലോ. ഏത് ശബ്ദം? പകൽപൂരത്തിലെ CI പോണില്ലേ, പഴയ നടൻ. ഓ, എന്റെ മകളുടെ മടിയിൽ കയറ്റി വെച്ചിരിക്കല്ലേ, ചോദിച്ചും വിളിച്ചിട്ട് തരാൻ. എടാ മോനെ, അവർ കോയമ്പത്തൂരോ മദ്രാസിലോ എവിടെയെങ്കിലും പോയി ഹണിമൂണൊക്കെ ആഘോഷിച്ചോട്ടെ. നീ ഇങ്ങോട്ടൊന്നും വന്നേ. എന്തിനാണെന്നോ, നിന്നൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാനാ. ആദ്യമൊക്കെ പെൺകുട്ടി ഉണ്ടായിപ്പോ അത് യക്ഷിയായി പോയല്ലോ. ഇന്ന് ദൈവമേ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്താ ശബ്ദം മാറിക്കൊണ്ടിരിക്കുക. ജോസ് പല്ലിശ്ശേരി അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് പറയാനോ. എന്റെ പൊന്നുമോനെ, വെറുതെ കോടതിക്കാരും പറഞ്ഞ് കോർട്ടേഷൻ ആക്കരുത്. ഈ KM മാത്രം ഗസ്റ്റിക്കൽ നമ്പർ ഉണ്ട്. നിനക്ക് കോർപ്പറേറ്റിൽ കൂർക്കിട്ട് വെക്കറിയോ? അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. അടപ്പത്തിരിക്കുന്ന വെള്ളം അതിപ്പോ വറ്റിക്കാണും. അപ്പോ ഞാനങ്ങോട്ട് എന്തിനാ ഹൈദരാബാദ് മാഷ് മധുരച്ചാടി പോണ്, ഇങ്ങോട്ട് വന്നേ. പിള്ളേരെ പഠിപ്പിക്കാൻ വന്നതാ ഒരു ജാതി മണഗുണേശന്മാര്. അല്ലാതെ പിന്നെ സൗണ്ടുകൾ മാറിക്കൊണ്ടിരിക്കുക. ഇനി മാറണ്ട. ഇനി മാറണോ? മീനാ ഗണേശനെ ഇനി മാറാണ്ടോ? വാച്ചോണ്ടിരിക്കണല്ലേ, വാച്ചോണ്ട് കളിക്കുന്നപ്പോ ആ പിള്ളേരുണ്ടാ, ഒടുക്കത്തെ പിള്ളേരുണ്ടാ. എന്റെ തലമുണ്ടക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞി. എന്നിട്ടൊരു പേരും കൂടി ഇട്ടുണ്ട്. എന്ത് പേരാണെന്നോ? എരിവുണ്ട്. നിനക്ക് മെന്റൽ ഭ്രാന്ത്